ഹലോ, വെൽക്കം എവ്രി വൺ. ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് കണ്ടീഷണൽ സെൻറ്റൻസസ്. കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് വെച്ചിട്ട് തുടങ്ങുന്ന സെൻറ്റൻസുകൾ. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇഫ് എന്ന് വെച്ചിട്ടുള്ളത്. കാരണം അത് പ്രസൻറ്റിലും പാസ്റ്റിലും ഫ്യൂച്ചറിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ക്ലാസ്സാണിത്. കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ബി ഗുഡ് അറ്റ് കണ്ടീഷണൽ സെൻറ്റൻസസ്. എന്തൊക്കെയാണ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. പിന്നെ ഇതിൻ്റെ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അത് കുറച്ച് വലുതാക്കാം. ഓരോ കണ്ടീഷൻസ് ഞാൻ ഇവിടെ വേറെ വേറെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കൂ. ഒന്നാമത്തെ ഒരു കാര്യം ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് കണ്ടീഷൻ, അതുപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. ഇത് എന്താണെന്നുള്ളത് ഒന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന സമയത്ത് വരുന്ന വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളതാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. അങ്ങനെയാണ് അത് യൂസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ്. ഇവിടെ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്, ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ പാസ് ദി എക്സാം. നോക്കൂ, ഇഫ് യു സ്റ്റഡി ഹാർഡ്, നീ നന്നായി പഠിച്ചാൽ നീ എന്ത് ചെയ്യും? യു വിൽ പാസ് ദി എക്സാം, നീ പരീക്ഷ പാസ്സാവും. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഇംഗ്ലീഷിൽ പോസിബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ റിയൽ കണ്ടീഷൻ എന്ന് പറയാം. ഇതിനെ നമ്മൾ റിയൽ എന്ന് പറയാൻ കാരണം ഇത് നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, നീ പഠിച്ചാൽ ജയിക്കും. ഈ ജയിക്കും എന്ന് പറയാൻ വിൽ പ്ലസ് പാസ്, ഫ്യൂച്ചർ ആണത്, സിമ്പിൾ ഫ്യൂച്ചർ. അപ്പോൾ നീ പഠിച്ചാൽ ജയിക്കും, അത് ഇപ്പോൾ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പഠിച്ചാൽ ജയിക്കും. നിങ്ങൾ ഒരാളെ വിളിച്ചിട്ട് പറയണം, നീ പഠിച്ചാൽ ജയിക്കും കേട്ടോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളിപ്പോൾ പഠിച്ചാൽ എന്ത് ചെയ്യും? അയാൾ ജയിക്കും. അതിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ സാധ്യത, നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്തിൽ പറയുന്നത്? ഫസ്റ്റ് കണ്ടീഷൻ, അല്ലെങ്കിൽ അതിന് റിയൽ കണ്ടീഷൻ, പോസിബിൾ കണ്ടീഷൻ എന്നൊക്കെയുള്ള ഒരു വ്യവസ്ഥയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് തിരിച്ചും പറയാട്ടോ, യു വിൽ പാസ് ദി എക്സാം ഇഫ് യു സ്റ്റഡി ഹാർഡ് എന്നും നമുക്ക് പറയാം. അത് അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് കോമഡ് ആവശ്യമില്ല. ആ ഒരു ഡിഫറൻസ് മാത്രമേ അതിനകത്തുള്ളൂ കേട്ടോ. സോ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം. ഈ സ്റ്റഡി എന്നുള്ളത് ഇവിടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ടിട്ട് നോക്കാനുള്ളൊരു മറ്റൊരു സംഗതി എന്നുള്ളത്, ഇതിൻ്റെ തന്നെ രണ്ടാമത്തെ ഒരു കണ്ടീഷനാണിത്. എന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ? നോക്കൂ, അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ്, നീ നന്നായി, വെൽ എന്നല്ല ഹാർഡ് എന്നാണ് കേട്ടോ, മാറിപ്പോയതാണ്. ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ്, നീ നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ, നന്നായി പഠിച്ചാൽ, യു വുഡ് പാസ് ദി എക്സാം. ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ കണ്ടീഷണൽ സെൻറ്റൻസ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഇമാജിനറി ആയിട്ടുള്ള കാര്യമാണ്. ഇത് പ്രസൻറ്റിൽ റിയൽ അല്ല. അപ്പോൾ പ്രസൻറ്റിൽ റിയൽ അല്ലാത്ത, യഥാർത്ഥമല്ലാത്ത ഒരു കാര്യത്തെയാണ് നമ്മൾ എന്തിൽ പറയുന്നത്? സെക്കൻഡ് കണ്ടീഷനിൽ പറയാം. അപ്പോൾ നിങ്ങൾ നോക്കുക, അവിടെ സ്റ്റഡി എന്ന് പറഞ്ഞത് ഇവിടെ എന്തായി? സ്റ്റഡീഡായി. അതിൻ്റെ സെക്കൻഡ് ഫോം ആയി. ഇത് V2 ആണ്. അവിടെ ഞാൻ എഴുതിയത് V1 ആണ്. ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ്, അവിടെ വിൽ എന്ന് പറഞ്ഞത് ഇവിടെ എന്തായി? വുഡായി. അപ്പോൾ വിൽ ഇവിടെ വുഡ് ആകുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ മാറി. സോ ഇതിൻ്റെ അർത്ഥം എന്താ വരിക? ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് പാസ് ദി എക്സാം എന്ന് പറഞ്ഞാൽ നീ നന്നായി പഠിച്ചാൽ ജയിച്ചേനെ. ഒരർത്ഥം നമുക്ക് കൊടുക്കാവുന്ന, അവ ഇപ്പം നന്നായി പഠിക്കുന്നില്ല, ഇപ്പോൾ അത് റിയൽ അല്ല. ഇപ്പോൾ അത് റിയൽ അല്ലാത്തൊരു കാര്യമാണ്. പ്രസൻറ്റിൽ അവൻ പഠിക്കുന്നുണ്ടാവില്ല, പ്രോബബിളി, നമുക്ക് അങ്ങനെ കരുതാം. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ്, ഇവിടെ വന്നിട്ടുള്ളത് വില്ലിൻ്റെ പാസ്റ്റ് ഫോം ആയിട്ടുള്ള വുഡാണ്. ഒന്നാമത്തെ എന്താണ്? ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വിൽ പാസ്, നീ പഠിച്ചാൽ ജയിക്കും. അത് നമ്മൾ ഇവിടെ കണ്ടു. ഇതാ, ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വിൽ പാസ് ദി എക്സാം. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് പാസ് ദി എക്സാം. ഇനി ഇതിൻ്റെ തന്നെ മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് ഇതിൻ്റെ മൂന്നാമത്തെ കണ്ടീഷൻ? നോക്കൂ, അതായത് തേർഡ് കണ്ടീഷൻ. എന്താണ് തേർഡ് കണ്ടീഷൻ? ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, സീ ദിസ്. രണ്ടാമത്തേൽ നീ സ്റ്റഡീഡ് എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തേലേക്ക് വരുമ്പോൾ ഹാഡ് സ്റ്റഡീഡ് ഹാർഡ്, നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, നീ വർക്ക് ഹാർഡ്, അല്ലെ, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, യു
വുഡ്ന്ന് മാത്രമല്ല പറഞ്ഞത്, അതിൻ്റെ കൂടെ ഒരു ഹാവും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് യു വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഈ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്. ഇതെന്താണ് ശരിക്കും ഈ തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ? ഇത് ഒരു ഇമ്പോസിബിൾ പാസ്റ്റ് എന്നാ പറയാം. അതായത് ഇത് നടക്കില്ല, കഴിഞ്ഞുപോയി, നടക്കാതെ പോയ, പാസ്റ്റിൽ നടക്കാതെ പോയ ഒരു കാര്യത്തിൻ്റെ ഖേദപ്രകടനമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. ഒന്നുകൂടി പറയാം. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡ്, നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ യു വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം, നീ ജയിച്ചിട്ടുണ്ടാകുമായിരുന്നു. അതായത് പാസ്റ്റിൽ പഠിക്കാത്തത് കൊണ്ട് തോറ്റുപോയ ഒരാളോട് നമ്മളിപ്പോൾ പ്രസൻറ്റിൽ പറയുകയാണ്, നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ജയിച്ചിട്ടുണ്ടാകുമായിരുന്നു. പക്ഷെ പഠിച്ചിട്ടുണ്ടായിരുന്നോ? പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ തോറ്റുപോയി, അല്ലെങ്കിൽ മറ്റെന്തോ ആയിപ്പോയി എന്നുള്ള അർത്ഥമാണ്. മനസ്സിലായോ? അപ്പോൾ ഒരേ സെൻറ്റൻസിൻ്റെ തന്നെ 3 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത് പറഞ്ഞത് എന്തായിരുന്നു? നമുക്കത് ഈ കമ്പയർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നോക്കുക. ഇഫ് യു ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ പാസ് ദി എക്സാം. നീ നന്നായി പഠിച്ചാൽ നീ ജയിക്കും. നടക്കുന്നതാണോ? നടക്കുന്നതാണ്. രണ്ടാമത്തേലേക്ക് വരുമ്പോൾ നോക്കൂ. ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് പാസ് ദി എക്സാം. നീ നന്നായി പഠിച്ചാൽ ജയിച്ചേനെ. ഇപ്പം പഠിക്കുന്നുണ്ടാവില്ല. പ്രസൻറ്റിൽ റിയൽ അല്ല. യു അണ്ടർസ്റ്റാൻഡ്? ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വൺ? തേർഡ് കണ്ടീഷൻ. തേർഡ് കണ്ടീഷനിലേക്ക് വരുന്ന സമയത്ത് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡ്, നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഹാഡ് സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം. പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ജയിച്ചിട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ ഈ 3 സ്ട്രക്ചറും വ്യത്യസ്തമാണ്. ഓക്കെ, ഇവിടെ ഹാഡ് സ്റ്റഡീഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ വുഡ് ഹാവ് പ്ലസ് V3 പാസ്റ്റ്, ജയിച്ചിട്ടുണ്ടാകുമായിരുന്നു. മനസ്സിലായോ? ഇനി സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഇനി നമുക്ക് മറ്റ് എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ ഈ സെന്റൻസിൽ പറഞ്ഞത് ഇവിടെ വില്ലാണ്. ഇനി ഇവിടേക്ക് വരുമ്പോൾ നോക്കൂ. ഇവിടേക്ക് വരുമ്പോൾ എന്താണ് വരുന്നത്? ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ്, ഈ ഭാഗത്തിന് മാറ്റല്ല. യു ക്യാൻ പാസ് ദി എക്സാം. എന്താ അങ്ങനെ പറഞ്ഞ? നീ പഠിച്ചാൽ നിനക്ക് ജയിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ അങ്ങനെ ആകും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അതാണ് നമ്മൾ ഇവിടെ വിൽ ഉപയോഗിച്ചത്. പക്ഷെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇഫ് യു സ്റ്റഡി ഹാർഡ് യു ക്യാൻ പാസ് ദി എക്സാം, നിനക്ക് പരീക്ഷ ജയിക്കാൻ കഴിയും. അപ്പോൾ അവിടെ കഴിയും എന്നുള്ള ഒരു പ്രാപ്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് അവനുള്ള കഴിവുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ? ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയാന്നുള്ള അർത്ഥമല്ലേ? അപ്പോൾ അങ്ങനെ പഠിക്കാൻ നിനക്ക് ജയിക്കാൻ കഴിയും. ആ ഒരു പ്രോബബിലിറ്റി അല്ലേ? നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരാൾക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ആ ഒരു കഴിവിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. ഇഫ് യു സ്റ്റഡി ഹാർഡ് യു ക്യാൻ പാസ് ദി എക്സാം. നിനക്ക് പരീക്ഷ പാസ്സാകാൻ കഴിയും. ആ കഴിയുക എന്നുള്ളതിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി ഇതേ സംഗതി തന്നെ അടുത്തയിലേക്ക് പോകുമ്പോൾ നോക്കൂ. ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു കുഡ് പാസ് ദി എക്സാം. ഇവിടെ ക്യാൻ മാറിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി? അത് കുഡായി. അപ്പോൾ ഇത് അഗെയിൻ ഇത് എന്താണ്? ഇത് പ്രസന്റിൽ റിയൽ അല്ലാത്തൊരു കാര്യമാണ്. നിനക്ക് നീ എന്താണ് പഠിച്ചാൽ നിനക്ക് ജയിക്കാൻ കഴിയും, പക്ഷെ ഇപ്പോൾ പഠിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഈ ക്യാനും കുഡും ഒക്കെ ഉള്ളത്. ആ ഒരു നമുക്കുള്ളൊരു കഴിവിനെ കാണിക്കാനാണല്ലോ നമ്മൾ കഴിയുക എന്നുള്ള അർത്ഥത്തിലാണുള്ളത് പറയാറുള്ളത്. അപ്പോൾ കുഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പാസ്റ്റ് ആയിട്ട് വരും. ഇവിടെയും അത് എന്തായിട്ടാണ് പറയുന്നത്? ഇതൊരു അൺറിയൽ ആണ്, ഇമാജിനറി ആയിട്ട് പറയാണ് അല്ലേ? ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു കുഡ് പാസ് ദി എക്സാം. നീ പഠിച്ചാൽ ജയിച്ചാനേ. പ്രസന്റിൽ റിയൽ അല്ല, പ്രസന്റിൽ പഠിക്കുന്നില്ല എന്നുള്ള അർത്ഥമായിരിക്കും. ഓക്കെ, ഇനി ഇതേ സംഗതി ഇങ്ങോട്ട് പോകുമ്പോഴോ? ഇവിടെ നോക്കൂ നിങ്ങൾ, എന്താ വരുന്നത്? ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡ് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, പാസ്റ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ യു കുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം. നിനക്ക് പരീക്ഷ പാസ്സാകാൻ കഴിയുമായിരുന്നു. അപ്പം മറ്റേത് നീ പാസ്സാകുമായിരുന്നു എന്ന്, ഇവിടെ ആകുമായിരുന്നു എന്നും ഇവിടെ വരുന്ന സമയത്ത് അങ്ങനെ കഴിയുമായിരുന്നു എന്നുള്ള ഒരർത്ഥം വരും. നിനക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു, അല്ലെ? നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡ് യു കുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം. ഈ കുഡ് ഹാവ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ് ഇങ്ങനെയൊക്കെയാണ് ഇത് പറയാട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. സോ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡ് യു കുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം. അപ്പോൾ പാസ്റ്റിൽ അയാൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തോറ്റിട്ടുണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമ്മൾ
ഇതിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ സെൻറ്റൻസ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ്, ഈ ഭാഗമൊക്കെ സെയിം ആണ് അല്ലേ? പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ യു വിൽ ബി സെലക്റ്റഡ്, നീ നന്നായി പഠിച്ചാൽ ഇതെന്താണ്? യു വിൽ ബി സെലക്റ്റഡ്, യു വിൽ ബി സെലക്റ്റഡ്. ഇതൊരു പാസീവ് സെൻറ്റൻസ് ആണ്, അതായത് നിന്നെ തിരഞ്ഞെടുക്കും, നീ സെലക്ട് ചെയ്യപ്പെടും എന്നുള്ള അർത്ഥമാണ്. ടെൻസ് സെയിം ആണ്, പക്ഷെ അതിൻ്റെ വോയിസ് മാറി. നിന്നെ തിരഞ്ഞെടുക്കും എന്നാണ് പറയുന്നത്. മറ്റുള്ള കാര്യങ്ങളിലൊന്നും വ്യത്യാസമില്ല, പക്ഷെ അത് അവിടേക്ക് പോകുമ്പോൾ വ്യത്യാസങ്ങളുണ്ട്. എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വിൽ ബി സെലക്റ്റഡ്. ഇവിടെ നോക്കൂ, നിങ്ങൾ വില്ല് വെച്ചിട്ട് നമ്മളിവിടെ പാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വിൽ ബി ഒന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഫോമാറ്റിൽ വരുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ ബി സെലക്റ്റഡ്, നീ പഠിച്ചാൽ നിന്നെ സെലക്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ യു വിൽ ബി സെലക്റ്റഡ് ഇഫ് യു സ്റ്റഡി ഹാർഡ്, നീ നന്നായി പഠിച്ചാൽ നിന്നെ സെലക്ട് ചെയ്യും. ഇനി ഇതേ സംഗതി അടുത്ത ഫോമിലേക്ക് പോകുമ്പോൾ എന്താ വരുന്നത് നോക്കൂ. ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് ബി സെലക്റ്റഡ്. ഇതേ കാര്യം തന്നെ ഇമാജിനറി ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പൊ നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എന്താണ്? യു വുഡ് ബി സെലക്റ്റഡ്, നിന്നെ സെലക്ട് ചെയ്തേനെ. പക്ഷെ ഇപ്പൊ പഠിക്കുന്നില്ല, പ്രസന്റിൽ റിയൽ അല്ല. അപ്പോൾ വിൽ ബി എന്നുള്ളത് എന്തായി? വേറെ ഒരു വ്യത്യാസമല്ല, വുഡ് ബി ആയിട്ട് മാറി. വിൽ ബി എന്താവും? വുഡ് ബി ആവും. നീ നന്നായി പഠിച്ചാൽ നിന്നെ സെലക്ട് ചെയ്തേനെ. പ്രസന്റിൽ റിയൽ അല്ല. ഓക്കെ, അടുത്തയിലേക്ക് പോകുമ്പോൾ ഇതെന്താണ് വരിക നോക്കൂ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡ്, നോക്കൂ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡ്, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് എന്നാണ് നമ്മളിതിന് പറയാം അല്ലേ. സോ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് ഹാവ് ബീൻ സെലക്റ്റഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മൾ മുൻപ് ഇവിടെ വുഡ് ഹാവ് പാസ്റ്റ് എന്ന് പറഞ്ഞതിന് പകരം വുഡ് ഹാവ് കഴിഞ്ഞിട്ട് ഒരു ബീനും കൂടി വെക്കുന്നുണ്ട്. അവിടെ ഒരു ബി വന്നത് കൊണ്ട് അത് ബീനായിട്ട് ഇവിടെ വരും. ഓക്കെ, യു വുഡ് ഹാവ് ബീൻ സെലക്റ്റഡ്, യു വുഡ് ഹാവ് ബീൻ സെലക്റ്റഡ്. ഇതൊക്കെ തേർഡ് ഫോം ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് വരുന്ന സമയത്ത് എങ്ങനെയെന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് നോക്കൂ, ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ ബി സെലക്റ്റഡ്, നീ നന്നായി പഠിച്ചാൽ നിന്നെ തിരഞ്ഞെടുക്കും. രണ്ടാമത്തെ എന്താ? ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് ബി സെലക്റ്റഡ്, നീ പഠിച്ചാൽ നിന്നെ തിരഞ്ഞെടുത്തേനെ. പ്രസന്റിൽ പഠിക്കുന്നില്ല. അടുത്ത് നോക്കൂ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് ഹാവ് ബീൻ സെലക്റ്റഡ്, നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമായിരുന്നു മുൻപേ. പക്ഷെ അയാൾ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അയാളെ സെലക്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാസ്റ്റിൽ നടക്കാതെ പോയൊരു കാര്യമാണ്. ഈ മൂന്നാമത്തെ സംഗതിയൊക്കെ എന്താണ്? പാസ്റ്റിൽ നടക്കാതെ പോയ ഒരു ഇമ്പോസിബിൾ പാസ്റ്റിൻ്റെയൊക്കെ പ്രകടനമാണ്. രണ്ടാമത്തത് എന്താണ്? ഇമാജിനറി ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം എന്തല്ല, ഇപ്പം നടക്കില്ല. പ്രസന്റിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ പോലും ഇപ്പം നടക്കാത്തൊരു കാര്യമാണ്. ഇതെന്താണ്? ഒന്നാമത്തെ എന്താണ്? ഇപ്പം നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ മൂന്നിലും പറഞ്ഞത്. അതിൻ്റെ സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. യു അണ്ടർസ്റ്റാൻഡ്? നമുക്കിനി അടുത്തൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഞാൻ കുറച്ചും കൂടി സ്പീഡിൽ പോകാം കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒന്നാമത്തെ നിങ്ങൾ നോക്കൂ, ഇഫ് യു സബ്മിറ്റ് ദി അപ്ലിക്കേഷൻ ടുഡേ യു വിൽ ഗെറ്റ് ആൻ ഇൻ്റർവ്യൂ. ഇന്ന് നീ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്താണ്? നിനക്ക് ഇൻ്റർവ്യൂ കിട്ടും, അല്ലെങ്കിൽ നിനക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഓക്കെ, യു വിൽ ഗെറ്റ് ആൻ ഇൻ്റർവ്യൂ. ഇനി ഇതേ കാര്യം ഇഫ് യു സബ്മിറ്റഡ് ദി അപ്ലിക്കേഷൻ ടുഡേ യു വുഡ് ഗെറ്റ് ആൻ ഇൻ്റർവ്യൂ. ഇന്ന് നീ സബ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ഇൻ്റർവ്യൂ കിട്ടിയാനെ. പക്ഷേ ഇന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, പ്രസന്റിൽ റിയൽ അല്ല, ഇറ്റ്സ് അൺറിയൽ, ഇമാജിനറി. വാട്ട് അബൌട്ട് ദ തേർഡ് വൺ? ഇഫ് യു ഹാഡ് സബ്മിറ്റഡ് ദി അപ്ലിക്കേഷൻ യെസ്റ്റർഡേ. ഇവിടെ നമുക്ക് ടുഡേ എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല, കാരണം അത് മുമ്പ് നടക്കാതെ പോയൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇഫ് യു ഹാഡ് സബ്മിറ്റഡ് ദി അപ്ലിക്കേഷൻ യെസ്റ്റർഡേ യു വുഡ് ഹാവ് റിസീവ്ഡ്. കണ്ടോ, ഇവിടെ ഈ പാസ്റ്റിൽ നടക്കാതെ പോയൊരു കാര്യമായതുകൊണ്ട് ഇഫ് യു ഹാഡ് സബ്മിറ്റഡ് ദി അപ്ലിക്കേഷൻ യെസ്റ്റർഡേ യു വുഡ് ഹാവ് റിസീവ്ഡ് ആൻ ഇൻ്റർവ്യൂ. നീ മുമ്പേ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇന്നലെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്താണ്? ഇൻ്റർവ്യൂ അല്ലേ, അതിനുള്ള നോട്ടിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ നിനക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം മുമ്പ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായോ? വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വൺ? സീ ദിസ്, ഇഫ് യു സബ്മിറ്റ് ദി അപ്ലിക്കേഷൻ ടുഡേ യു ക്യാൻ ഗെറ്റ് ആൻ ഇൻ്റർവ്യൂ. ഇവിടെ ക്യാനിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? നമുക്കതിന് കഴിയും, നിനക്ക് ആ കാർഡ് കിട്ടാൻ കഴിയും എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ നിനക്ക് അതിനുള്ള ഇൻവിറ്റേഷൻ കിട്ടാൻ കഴിയും എന്നുള്ള ഒരു ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയും എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വൺ? ഇഫ് യു സബ്മിറ്റഡ് ദി അപ്ലിക്കേഷൻ ടുഡേ യു കുഡ് ഗെറ്റ് ആൻ ഇൻ്റർവ്യൂ. അത് പ്രസന്റിൽ പോസിബിൾ അല്ല. വാട്ട് അബൌട്ട് ദ തേർഡ് വൺ? ഇഫ് യു ഹാഡ് സബ്മിറ്റഡ് ദി അപ്ലിക്കേഷൻ യെസ്റ്റർഡേ യു കുഡ് ഹാവ് റിസീവ്ഡ് ആൻ ഇൻ്റർവ്യൂ. നിനക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഇത് കിട്ടുമായിരുന്നു, പക്ഷെ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല, പാസ്റ്റിൽ നടക്കാതെ പോയി. ഓക്കെ,
വാട്ട് അബൌട്ട് ദ തേർഡ് വൺ? ഇത് പാസീവ് വോയിസ് ആണ്. നോക്കൂ, ഇഫ് യു സബ്മിറ്റഡ് ദി ആപ്ലിക്കേഷൻ ടുഡേ ഇറ്റ് വിൽ ബി അക്സെപ്റ്റഡ്. നീ ഇന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടും. പാസീവ് വോയിസ് ആണ്. ഇറ്റ് വിൽ ബി അക്സെപ്റ്റഡ്. വിൽ ബി അക്സെപ്റ്റഡ്. ഓക്കെ. വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വൺ? അടുത്തതിലേക്ക് പോകുമ്പോൾ നോക്കൂ, ഇഫ് യു സബ്മിറ്റഡ് ദി ആപ്ലിക്കേഷൻ ടുഡേ ഇറ്റ് വുഡ് ബി അക്സെപ്റ്റഡ്. ഇന്ന് നീ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടേനെ. പക്ഷെ ഇന്ന് സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവില്ല, സിറ്റുവേഷൻ എന്തോ മാറിപ്പോയി. ഓക്കെ. വാട്ട് അബൌട്ട് ദ തേർഡ് വൺ? ഇഫ് യു ഹാഡ് സബ്മിറ്റഡ് ദി ആപ്ലിക്കേഷൻ യെസ്റ്റർഡേ ഇറ്റ് വുഡ് ഹാവ് ബീൻ അക്സെപ്റ്റഡ്. നീ ഇന്നലെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അതായത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. പക്ഷെ ഇന്നലെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് നോക്കൂ. ഇഫ് യു ഹാഡ് സബ്മിറ്റഡ്, ഇവിടെ ഹാഡ് സബ്മിറ്റഡ് അല്ലേ, ആപ്ലിക്കേഷൻ യെസ്റ്റർഡേ ഇറ്റ് വുഡ് ഹാവ് ബീൻ അക്സെപ്റ്റഡ്. പാസീവ് വോയിസ് ആണ്. വുഡ് പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ്. വുഡ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ. അത് എന്താണ്, അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, നന്നായിട്ട് യൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. തിരിച്ചും മറിച്ചൊക്കെ നമ്മൾ കുഡ് ഹാവ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ് ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. ഞങ്ങൾക്ക് 1-on-1 ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് 30-40 മിനിറ്റ് ഒരു ഡേയിൽ നിങ്ങൾക്ക് സ്പീക്കിംഗ് പ്രാക്ടീസ് ഉണ്ടാവും. ഇതാണ് കോഴ്സ്. അപ്പോൾ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. Thank you so much for listening. I'll be back soon again with another useful session. Bye for now.